പ്രമേയത്തെ എതിർക്കുകയാണ് സാർ. എല്ലാം സീരിയസ് സാർ, സെപ്റ്റംബർ മാസം 20-ാം തീയതി ആലപ്പുഴയിൽ ഒരു ചടങ്ങ് നടക്കുകയുണ്ടായി. AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MP അദ്ദേഹം സംഘടിപ്പിച്ച ചടങ്ങായിരുന്നു. ആ ചടങ്ങിൽ കർണാടകത്തിലെ റവന്യൂ മന്ത്രിയുടെ പേര് കൃഷ്ണബൈര ഗൗഡ എന്നാണ്. നമ്മുടെ വിഷ്ണുവിനൊക്കെ നല്ല പരിചയം കാണും, കോൺഗ്രസിന്റെ വലിയ നേതാവാണ്. അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട് സാർ. എഡ്യൂക്കേഷൻ കേരള ഈസ് നമ്പർ 1, ഹെൽത്ത് കെയർ കേരള ഈസ് നമ്പർ 1, ഹ്യൂമൻ ഡെവലപ്മെന്റ് കേരള ഈസ് നമ്പർ 1. സാർ, ഇത് പറഞ്ഞത് ആരാ? ഞങ്ങളല്ല. ഇത് പറഞ്ഞത് നിങ്ങളുടെ നേതാവായ റവന്യൂ മന്ത്രി, കർണാടകത്തിലെ റവന്യൂ മന്ത്രി പറഞ്ഞ കാര്യമാണ് സാർ ഞാനിവിടെ പറഞ്ഞത്. പക്ഷെ നിങ്ങളത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതെ, നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ എത്ര തെറ്റിദ്ധാരണാജനകമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സാർ, 2015 4-ാം മാസത്തിലെ കേരളകൗമുദി പത്രമാണ് സാർ. നമ്മുടെ സംസ്ഥാനം സാമ്പത്തിക അരാജകത്വത്തിലേക്ക് ആരാണ് സാർ ഭരിക്കുന്നത്? സാർ, 3/7/2015 ദീപിക പത്രമാണ് സാർ. സാമൂഹ്യക്ഷേമ പെൻഷൻ ഫണ്ടിന്റെ അപര്യാപ്ത മൂലം കൊടുക്കാൻ കഴിയുന്നില്ല മന്ത്രി മുനീർ. സാർ, അത് കേൾക്കണം സാർ. മൊത്തത്തിൽ കൊടുക്കാനുള്ള തുക സാർ, നമ്മുടെ സ്ത്രീകൾക്കുള്ള അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള വാർദ്ധക്യകാല പെൻഷൻ ഇനത്തിൽ 72,861 ലക്ഷം രൂപ, വികലാംഗ പെൻഷൻ 6,898 ലക്ഷം രൂപ, വിധവ പെൻഷൻ 19,776 ലക്ഷം രൂപ, വാർദ്ധക്യകാല പെൻഷൻ 45,005 ലക്ഷം രൂപ, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അബുദരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ 1,179 ലക്ഷം രൂപ. സാർ, ഇതായിരുന്നു UDFന്റെ ഭരണം. സാർ, അടുത്തത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷം. 16/2/2015 കേരളകൗമുദി സാർ പറയുന്നു, കൂടുതൽ കടമെടുക്കാൻ കേരളം വഴി തേടുന്നു, കേരളം സാമ്പത്തിക പ്രതിസന്ധി. പിണറായി വിജയനല്ലേ ഭരിക്കുന്നത്. അടുത്തത് മാധ്യമം പത്രം 13/3/2015 ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ കടലാസിൽ 217 പുതിയ പദ്ധതികളിൽ നടപ്പിലാക്കിയത് കേവലം 26 എണ്ണം മാത്രം. 20 പദ്ധതികളിൽ നടപടിയില്ല. അടുത്തത് സാർ വീക്ഷണമാണ് സാർ. 10/7/2015 സംസ്ഥാനത്തെ ആഭ്യന്തര കടം വർദ്ധിക്കുന്നുവെന്ന റിപ്പോർട്ട്. സാർ, അടുത്തത് മാതൃഭൂമിയാണ് സാർ. കുടിശ്ശിക 3000 കോടി, ബഡ്ജറ്റിൽ ചില്ലിക്കാശില്ല. സംസ്ഥാനത്തെ സർക്കാർ കരാറുകാരുടെ 1.5 വർഷത്തെ കുടിശ്ശിക 3000 കോടി രൂപ. സാർ, മാതൃഭൂമിയാണ് സാർ. അടുത്തത് മംഗളം. ഈ സർക്കാരിന്റെ കാലത്ത് സാമ്പത്തിക വളർച്ച താഴോട്ട്. CAG റിപ്പോർട്ട് 18/2/2016 സാർ. അടുത്തത് കേരളം കടത്തിൽ മുങ്ങിയെന്ന ധനകാര്യ കമ്മീഷൻ. ജനകീയമാണെന്നെങ്കിലും പറയാം, അങ്ങനെ വേണമെങ്കിലേക്ക് ന്യായീകരിക്കാം. പത്രമാണ് സാർ. മാധ്യമം വാർഷിക പദ്ധതി അവതാളത്തിൽ ചെലവിടാൻ 12,500 കോടി. ആരാണ് സാർ ഭരിക്കുന്നത്? സാറേ, ഇതല്ലായിരുന്നോ നിങ്ങളുടെ ഭരണത്തിന്റെ സ്ഥിതി? ഇനി ഞങ്ങൾ ചെയ്തു പറയാ സാർ. ഞങ്ങൾ ഇവിടെ കേന്ദ്ര ഗവൺമെന്റിനെതിരായി ഒരക്ഷരം പറയാൻ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, വേണേ പറഞ്ഞേക്കാന്നാ. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഞാൻ നോക്കി, അദ്ദേഹം എത്രയോ സീനിയറായ നേതാവാ. നിങ്ങൾക്ക് അടിയന്തര പ്രമേയത്തോട് ഒരാത്മാർത്ഥതയുണ്ടെങ്കിൽ പ്രതിപക്ഷത്തെ ഉപനേതാവ് പ്രസംഗിക്കുമ്പോൾ ഒരു 10 പേർ അവിടെ ഉണ്ടാകണ്ടേ? എത്രയേ ഉള്ളു ഇപ്പോ ഉണ്ടാകണ്ടേ? നിങ്ങൾ പോട്ടെ, അത് നിങ്ങളുടെ കാര്യം. ഞങ്ങളുടെ കാര്യം വിട്. നിങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്നവരല്ലേ. ഞാൻ പറഞ്ഞത് അവർക്കൊന്നും പറയാനില്ല. അവർക്ക് കേന്ദ്രത്തെ കുറിച്ച് എന്തെങ്കിലും പറയുമോ? എന്തെങ്കിലും ഒന്ന് പറയാൻ തയ്യാറാകോ? സാർ, ഞങ്ങൾ അഭിമാനത്തോട് പറയുകയാണ് സാർ, ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് നിങ്ങളുടെ ഈ ഒരു സഹകരണവും ഇല്ലാഞ്ഞിട്ട് നിങ്ങൾ ഇനി എന്താ ചെയ്യാനുള്ളത്? എല്ലാം നിങ്ങൾ ചെയ്തു കൂട്ടിയില്ലേ സാർ? നിങ്ങൾ എന്താ പറഞ്ഞ ലൈഫ് പദ്ധതി പിരിച്ചുവിടും സാർ. ഞങ്ങൾ 4 ലക്ഷത്തിന് മുകളിൽ വീട് കൊടുത്തു സാർ. നിങ്ങൾ എന്താ പറഞ്ഞത്? ആർദ്രം ഞങ്ങൾ പിരിച്ചുവിടും സാർ. ഞങ്ങൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സാർ. നിങ്ങൾ റെയിൽവേ നമ്മുടെ ഇവിടെ നടത്തിയ ഗെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയില്ലേ സാർ? ഞങ്ങളത് യാഥാർത്ഥ്യമാക്കി.
വാട്ടർ മെട്രോ നിങ്ങൾ നടക്കില്ലെന്നല്ലേ പറഞ്ഞത്? ഞങ്ങളെ മെട്രോ നടപ്പിലാക്കി. നിങ്ങൾ എന്താ പറഞ്ഞത്? കിഫ്ബി പിരിച്ചുവിടും. 33,000 കോടി. എല്ലാ MLA-മാരുടെ പേരൊക്കെ വെണ്ടക്കായിൽ എഴുതി വെക്കുന്നുണ്ടല്ലോ. ഞങ്ങളത് മാത്രമല്ലല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. 33,000 കോടി വാട്ടർ മെട്രോ നടക്കില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? യാഥാർത്ഥ്യമാക്കിയില്ലേ? കിഫ്ബി പിരിച്ചുവിടുമെന്ന് പറഞ്ഞ നിങ്ങൾ ഇപ്പോൾ അതിന്റെ ഗുണഭോക്താക്കൾ. കേരള ബാങ്കോ അതും പിരിച്ചുവിടുമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. കെ ഫോണോ അതിന്റെ കേബിൾ ഉരുവെന്നാണ് നിങ്ങൾ പറഞ്ഞത്. യാഥാർത്ഥ്യമാക്കിയില്ലേ സാർ? കെ സ്റ്റോർ നടക്കില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? യാഥാർത്ഥ്യമാക്കിയില്ലേ? ക്യാമറ അനുവദിക്കില്ലെന്ന് പറഞ്ഞ കോടതിയിൽ പോയില്ലേ? കോടതി എടുത്ത് ദൂരെ എറിഞ്ഞില്ലേ? യാഥാർത്ഥ്യമാക്കിയില്ലേ സാർ? സയൻസ് പാർക്ക് നടക്കില്ലെന്നല്ലേ പറഞ്ഞ സാർ? ഞങ്ങൾ നടത്തിയില്ലേ സാർ? നിങ്ങൾ എന്തൊക്കെയാ? കീഴാറ്റൂർ ബൈപ്പാസ് ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് പ്രത്യേകിച്ച് അറിയുന്ന ഒരു കാര്യമാണല്ലോ. അങ്ങയുടെ മണ്ഡലത്തിലെല്ലാം കൂടെ അതിന്റെ ഗുണം വരുന്നതാണല്ലോ. എന്തൊക്കെയായിരുന്നു സാർ അവിടെ നടത്തിക്കൂട്ടിയതാ? ഇന്നെന്താ? അതും ഞങ്ങൾ അതിവേഗതയിലെ പുരോഗതിയല്ലേ. 6 വരി ദേശീയപാത 4 വരിയാക്കുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾ 6 വരി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഭൂമി എടുക്കുന്നതിന് വേണ്ടി അതിന്റെ 25% തുക ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കേരളമാണ് സാർ. സാമ്പത്തിക പ്രയാസം ഉള്ളപ്പോഴും ഇത് ചെയ്യല്ലേ? വിഴിഞ്ഞത്ത് നിങ്ങൾ എന്തായിരുന്നു നിലപാട്? വിഴിഞ്ഞത്ത് നിങ്ങൾ സമരക്കാരോടൊപ്പമല്ലായിരുന്നോ? അവിടെ ഹാർബർ വരാതിരിക്കാൻ, വിഴിഞ്ഞ പോർട്ട് വരാതിരിക്കാൻ അവിടെ എന്തെല്ലാം ചെയ്തു? എന്നിട്ടോ വിഴിഞ്ഞ യാഥാർത്ഥ്യമാക്കി. ഇടവരയാർ പമ്പ് ഹൗസ് നടക്കില്ലെന്നല്ലേ പറഞ്ഞത്? നടത്തിയില്ലേ സാർ? മലയോര ഹൈവേ നടക്കില്ലെന്നല്ലേ സാർ പറഞ്ഞത്? നടത്തിയല്ലേ സാർ? തീരദേശ ഹൈവേ വരാൻ പോകുകയല്ലേ സാർ? എന്തിനേറെ 4,09,000 മനുഷ്യർക്ക് പട്ടയം കൊടുക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞു സാർ. നിങ്ങളെ എല്ലാം പഠനത്തിൽ കിട്ടിയില്ലേ? എല്ലാവരും സന്തുഷ്ടരല്ലേ? എന്നിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കേരളത്തിലെ ചരിത്രത്തിൽ ഇത്രയധികം നാടിന്റെ വികസനത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു ഗവൺമെന്റ് ഉണ്ടോ? ആ ഗവൺമെന്റിനെതിരായി നിങ്ങളിപ്പോ എന്താ പറയുന്നത്? നരേന്ദ്രമോദിക്കെതിരായി പിണറായി വിജയൻ ഒന്നും പറയുന്നില്ല. നരേന്ദ്രമോദിയുടെ തലസ്ഥാന നഗരിയിലേക്ക് ഈ കേരളത്തിലെ വികാരം ഇന്ത്യയിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി തന്റെ സഹപ്രവർത്തകരെയും ജനപ്രതിനിധികളെയും നിർത്തിക്കൊണ്ട് സമരത്തിന് പോകുവാനുള്ള തന്റെ ഇടം കാണിച്ച മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ. ഞങ്ങൾ BJP RSSനെയും എല്ലാം നേരിട്ട് കൊണ്ട് തന്നെയാണ് സാർ പോകുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞതുപോലെ ഒരു പരാതി കൊടുക്കുവാനുള്ള തന്റെ ഇടം പോലും ഇല്ലാത്ത ആൾക്കാർ അവരാണ് വന്നിട്ട് ഇന്ന് ഞങ്ങളെ ആക്ഷേപിക്കുവാൻ ശ്രമിക്കുന്നത്. സാർ ഞാൻ ചുരുക്കിയാണ് സാർ. സാർ ഈ അടിയന്തര പ്രമേയം യഥാർത്ഥത്തിൽ അവതരിപ്പിക്കേണ്ടത് ഇവിടെയല്ല. ഈ കേരളത്തിലെ വികാരം പ്രതിഫലിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ MP-മാരുണ്ടല്ലോ, അവര് കേന്ദ്രത്തിൽ പാർലമെന്റിലാണ് ഇത് കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രമേയത്തെ ഞാൻ എതിർക്കുകയാണ് സാർ. അടിയന്തര പ്രമേയ ചർച്ചയിൽ 2 പക്ഷത്തും ആളുകളില്ല. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും കേൾക്കാൻ ആളില്ല. ശ്രീ VD ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, അങ്ങേക്ക് സംസാരിക്കാം. സർ, നമ്മുടെ സംസ്ഥാനത്ത് ധനപ്രതിസന്ധി നിലനിൽക്കുന്നത് കൊണ്ട് വികസന രംഗത്തും ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും സർക്കാർ നടത്തേണ്ട അത്യാവശ്യം പർച്ചേസുകളിലുമെല്ലാം ഗുരുതരമായ തകർച്ചയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർ, ഇത് ഇന്ന് തീരും നാളെ തീരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും. അങ്ങനെ ഒരു പ്രതീക്ഷ ബജറ്റിൽ ധനകാര്യമന്ത്രി നൽകുകയും ചെയ്തിരുന്നു. നികുതി വളർച്ചയുടെ കാര്യത്തിൽ വലിയ ടേക്ക് ഓഫ് ഉണ്ടാവും എന്നെല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ സർ, കേരളത്തിന്റെ ധനപ്രതിസന്ധി ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലേക്ക് തകർന്നിരിക്കുകയാണ്. ഏറ്റവും രൂക്ഷമായി ഓരോ വകുപ്പ്